welcome back to our channel. So നമുക്കിനി നോക്കാനുള്ള K2 S3 CSയുടെ മെയിൻ പേപ്പറായ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം യൂസിങ് ജാവയുടെ നെക്സ്റ്റ് ടോപ്പിക്കായ JRE അല്ലെങ്കിൽ JDK അതേപോലത്തെ ജാവയുടെ മെയിൻ ആയിട്ട് കോർ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ജാവയാണ് ചെയ്തത്, അതായത് ജാവ ബുസ് വേർഡ്സും ഫീച്ചേഴ്സ് ഓഫ് ജാവയാണ് ഡിസ്കസ് ചെയ്ത്. നമ്മൾ അതിലൊരു 10 ബുസ് വേർഡ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് ജസ്റ്റ് കോറായിട്ട് ജാവ, അതായത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം യൂസിങ് ജാവയുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് ഇനി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 1 by 1 നോക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ JRE. എന്താണ് ഈ JRE നോക്കാം. എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം നീഡ്സ് ആൻ എൻവയോൺമെൻറ്റ് ടു റൺ. ഏതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആയാലും അതിന് എന്ത് വേണം? ഒരു എൻവയോൺമെൻറ്റ് വേണം. അതിന് ചുറ്റും റണ്ണ് ചെയ്യാൻ വേണ്ടി അതിനെന്ത് വേണം? അതിൻ്റേതായ ഒരു സ്പേസ് വേണം. അതാണ് ഈ JRE എന്ന് പറയുന്നത്. അങ്ങനെ ജാവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് ആണ് എന്ത്? JRE, ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്. Java Runtime Environment provides the minimum requirements for executing a Java application program. ഒരു Java program execute ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് ഈ JRE പ്രൊവൈഡ് ചെയ്യുന്നത്. JRE സത്യം പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാളേഷൻ പാക്കേജ് മാത്രമാണ്. ദാറ്റ്സ് ഓൺലി പ്രൊവൈഡ് എ എൻവയോൺമെൻറ്റ് ടു റൺ ചെയ്യാൻ വേണ്ടിയുള്ള എൻവയോൺമെൻറ്റ് മാത്രമാണ് JRE പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഒരു ഡെവലപ്മെൻറ്റോ ഒരു നോട്ട് ഡെവലപ്പിംഗ് എ പ്രോഗ്രാം, ജസ്റ്റ് റണ്ണിങ് ആൻഡ് റൺ ടൈം എൻവയോൺമെൻറ്റ് ഈസ് പ്രൊവൈഡിങ് ബൈ ദ JRE. JRE is only used by them who only wants to run the Java programs. JRE മെയിൻലി യൂസ് ചെയ്യുന്നത് ആരാണ്? ജാവ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നവർ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ എൻഡ് യൂസേഴ്സ് ഓഫ് ദ സിസ്റ്റം. JRE ക്യാൻ ബി വ്യൂ ആസ് എ സബ്സെറ്റ് ഓഫ് JDK. JDKയുടെ ഒരു സബ്സെറ്റ് ആയിട്ട് നമുക്ക് JRE കണക്കാക്കാം. സോ ഇനിയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് JDK. സോ നമുക്ക് നോക്കാം എന്താണ് JDK. So next topic comes JDK, Java Development Kit. The Java Development Kit, JDK, is a software development environment used for the developing and executing Java applications and applets. JDK is a software development environment. It is used for the developing and executing Java applications. So, JRE it is only provide an environment to run the program. So, JDK is development development plus execution of the program and JDK perform. It includes the Java runtime environment, an interpreter or loader, a compiler, an archiver, and documentation generator and other tools needed in the Java development. Java development ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഈ Java development kitന്റെ അകത്ത് ഇൻക്ലൂഡ്. അതായത് Java runtime environment, അതേപോലെ ഒരു interpreter, അതേപോലെ compiler, ഡോക്യുമെൻറ്റേഷൻ ജനറേറ്റർ, അതേപോലെ ബാക്കി എന്തൊക്കെ ടൂൾസ് ഒരു ജാവ ഡെവലപ്മെൻറ്റിന് ആവശ്യമുണ്ട് അതൊക്കെ ഈ ജാവ ഡെവലപ്മെൻറ്റ് കിറ്റിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. JDK ഈസ് ഓൺലി യൂസ്ഡ് ബൈ ജാവ ഡെവലപ്പേഴ്സ്. JDKയും അതേപോലെ JRE പോലെ ഓൺലി യൂസ്ഡ് ബൈ ദ ജാവ ഡെവലപ്പേഴ്സ്. ഓക്കെ, JDKയുടെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, JVM എന്താണ് നമ്മളിനി പഠിക്കും. JDK എന്ന് പറഞ്ഞ കിറ്റിൻ്റെ അകത്ത് നോക്കിക്കേ, ഇതാണ് ആ കിറ്റ്. ഈ കിറ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു സറൗണ്ടിങ് കണ്ടത് JRE, അതായത് ജാവ റൺ ടൈം എൻവയോൺമെൻറ്റ്. അതിൻ്റെ അകത്താണ് ഈ JVM എന്താണെന്ന് നമ്മൾ നെക്സ്റ്റ് പഠിക്കും. ഈ JREൻ്റെ അകത്ത് എന്തുണ്ട്? ലൈബ്രറീസും അതേപോലെ കമ്പൈൽഡ് ക്ലാസ് ഫയൽസൊക്കെ ഉണ്ട്. പിന്നെ അതിന് JDKയുടെ പുറത്താണ് ഈ കമ്പൈലർ. ഞാൻ പറഞ്ഞില്ലേ JDKക്കകത്ത് എന്തൊക്കെ ഉണ്ടാകും? കമ്പൈലർ, ജനറേറ്റർ, ഡോക്യുമെൻറ്റേഷൻ ജനറേറ്റർ, അതർ ടൂൾസ്, ഡീബഗ്, ആർച്ചീവർ, ഇതൊക്കെ ഇൻക്ലൂഡ് ആവും JDKയുടെ. ആ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഈ JVM എന്ന് പറഞ്ഞാൽ ഈ JREക്കകത്ത് കിടക്കുന്നുണ്ടല്ലേ. എന്താണ് ഈ JVM നോക്കാം. JVM അല്ലെങ്കിൽ ജാവ വിർച്വൽ മെഷീൻ. ദ ഫുൾ ഫോം ഓഫ് JVM ഈസ് ജാവ വിർച്വൽ മെഷീൻ. സോ എന്താണ് ഈ ജാവ വിർച്വൽ മെഷീൻ? JVM is a program which provides the runtime environment to execute the Java programs. So JVM എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ എന്താണ് ഈ JRE എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം, അതേപോലെ ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഈ JVMഉം ഈ JREയും തമ്മിലുള്ള വ്യത്യാസം നമ്മളിനി പറയും. JVM എന്ന് പറഞ്ഞാൽ ഈ JRE പോലെ തന്നെ ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജാവ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് ആണ് എന്ത്? JVM. Java programs cannot run if a supporting JVM is not available. Supporting ആയിട്ടൊരു JVM ഇല്ലെങ്കിൽ Java programs run ചെയ്യത്തില്ല. JVM is a virtual machine that resides in the real machine, your computer, and the machine language for JVM is bytecode. The Java compiler generates the bytecode for JVM
rather than different machine code for each type of machine. JVM executes the bytecode generated by the compiler and produces the output. So ഈ JVM അതായത് JREയുടെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊവൈഡ് എ റൺ ടൈം എൻവയോൺമെന്റ് ഫോർ ജാവ പ്രോഗ്രാം എക്സിക്യൂഷൻ. അതേപോലെ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ JVM. അപ്പോൾ ഈ JVM എന്താ ചെയ്യുന്നത്? ഇറ്റ് എക്സിക്യൂട്ട്സ് എ ബൈറ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്ത് ആൻഡ് ജനറേറ്റഡ് ബൈ ദ കമ്പൈലർ ജനറേറ്റ് ചെയ്യും and produce the output. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. JVM is the one that makes the Java platform independent. ഈ JVM ആണ് ജാവ പ്ലാറ്റ്ഫോമിനെ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. ഓക്കെ. The primary function of JVM is to execute the bytecode produced by the compiler. Compiler generate ചെയ്യുന്ന bytecode എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് മെയിൻ ഫംഗ്ഷൻ ഓഫ് JVM. JVM does not understand the Java source code. That's why we need to have a Java C compiler. So നമുക്ക് JVM എന്ത് മനസ്സിലാകത്തില്ല? ജാവ സോഴ്സ് കോഡ് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ജാവ സി കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ജാവ കമ്പൈലർ അല്ലെങ്കിൽ ജാവ സി കമ്പൈൽസ് start.java files to obtain start.class files that contain the bytecodes understood by the JVM. JVM makes Java portable, write once, run anywhere. നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, പോർട്ടബിൾ പ്രോപ്പർട്ടി പഠിച്ചു. JVM ആണ് എന്ത് ചെയ്യുന്നത്? ജാവയെ പോർട്ടബിൾ ആയിട്ട് മാറ്റുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദ ജാവ ബസ്വേർഡ്. Each operating system has different JVM. However, the output they produce after execution of bytecode is same across all the operating system. Okay. JVMന്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് .java ഫയലിലുള്ള സോഴ്സ് കോഡ് ഈ ജാവയ്ക്ക് JVMന് അണ്ടർസ്റ്റുഡ് ആവത്തില്ല. സോ അതെന്ത് ചെയ്യും? കമ്പൈലറാണ് ജാവ സി. അത് കമ്പൈലർ വഴി അത് എന്താവും? ബൈറ്റ് കോഡായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ബൈറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഫയലാണ് ബൈറ്റ് കോഡ്. സോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ .java ഫയൽ. സോ അതിനെന്താക്കും? കമ്പൈലർ വഴി ജാവ സി കമ്പൈലർ ഉപയോഗിച്ച് ഈ സോഴ്സ് കോഡിനെ എന്തായിട്ട് മാറ്റും? ബൈറ്റ് കോഡായിട്ട്. ഈ ബൈറ്റ് കോഡിനെ എക്സിക്യൂഷൻ, അതായത് ഈ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന ബൈറ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ആരുടെ പണി? JVMന്റെ പണി. സോ ബൈറ്റ് കോഡിന് നമ്മൾ എന്ത് ചെയ്യും? JVM എന്താവും? ഒന്നെങ്കിൽ ഇൻ്റർപ്രിറ്റർ ഫോർ മാക്കിലോ ഇൻ്റർപ്രിറ്റർ ഫോർ വിൻഡോസിലോ ഇൻ്റർപ്രിറ്റർ ഫോർ ലിനക്സിലോ ഏതിൽ വേണോ എക്സിക്യൂഷൻ നടത്തും. മനസ്സിലായോ? സോ നമുക്ക് നോക്കാം ഇനി ബൈറ്റ് കോഡിൻ്റെ എന്താണ് ഈ ബൈറ്റ് കോഡ് എന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജാവ ബൈറ്റ് കോഡ് ഈസ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഫോർ ജാവ വിർച്വൽ മെഷീൻ. ജാവ വിർച്വൽ മെഷീൻ അണ്ടർസ്റ്റുഡ് ആവുന്ന ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ് എന്ത്? ബൈറ്റ് കോഡ്. ഇറ്റ് ഈസ് എ മെഷീൻ കോഡ് ഇൻ ദ ഫോം ഓഫ് .ക്ലാസ് ഫയൽ. നമ്മൾ പറഞ്ഞു ക്ലാസ് ഫയൽ, .ക്ലാസ് ഫയലാണ് ബൈറ്റ് കോഡിൻ്റെ ഫോമായിട്ട്. സോ ബൈറ്റ് കോഡ് ഈസ് എ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡ്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് കോഡാണ് എന്ത്? ബൈറ്റ് കോഡ്. ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി എ കമ്പൈൽഡ് കോഡ്, ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻ്റർമീഡിയറ്റ് കോഡ് സംവെയർ ഇൻ ദ മിഡിൽ വിച്ച് ഈസ് ലേറ്റർ ഇൻ്റർപ്രറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ JVM. സോ ഇത് കംപ്ലീറ്റ്ലി ആയിട്ടൊരു കമ്പൈൽഡ് കോഡല്ല. ഇത് കമ്പൈലേഷനും അതിൻ്റെ എക്സിക്യൂഷനൊക്കെ നടത്തുന്ന ആരാണ്? JVM വരെ ഇത് കംപ്ലീറ്റഡ് ആവുള്ളൂ. ഓക്കെ. ബൈറ്റ് കോഡ് ഈസ് എ മെഷീൻ കോഡ് ഫോർ JVM. JVMനുള്ള ഒരു മെഷീൻ കോഡാണെന്ത്? ബൈറ്റ് കോഡ്. ബൈറ്റ് കോഡ് ഇംപ്ലിമെൻറ്റേഷൻ മേക്ക് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ പറഞ്ഞു JVM ആണ് ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. JVM എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്? കാരണം ബൈറ്റ് കോഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് JVMനെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്, ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആക്കുന്നത്. ഓക്കെ. ഇതാ കൊടുത്തിരിക്കുന്നുണ്ടോ? നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ്. ജാവ ഫയൽ എന്ന് പറയുമ്പോൾ സോഴ്സ് കോഡ് ആയിരിക്കുന്ന പ്രോഗ്രാമിനെ എന്ത് ചെയ്യും? കമ്പൈലർ വഴി, അതായത് ജാവ സി കമ്പൈലർ വഴി അത് ബൈറ്റ് കോഡായിട്ട് .ക്ലാസ് ഫയലായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? എക്സിക്യൂട്ടഡ് ബൈ ദ JVM. ഓക്കെ. നമുക്കിനി ജാവ കമ്പൈലർ എന്താണെന്ന് നോക്കാം. ജാവ ഈസ് എ കമ്പൈൽഡ് ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു നേരത്തെ ജാവ എന്താണ്? ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ ട്രഡീഷണൽ കമ്പൈലിംഗ് ഇൻ ദ വേ ദാറ്റ് ആഫ്റ്റർ കമ്പൈലേഷൻ സോഴ്സ് കോഡ് ഈസ് കൺവേർട്ടഡ് ടു ബൈറ്റ് കോഡ്. സോ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്പൈലിംഗ് വേയിൽ നിന്ന് വ്യത്യസ്തമാണ് ജാവ കമ്പൈലിംഗ്. കാരണം കമ്പൈലേഷന് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും? ഈ സോഴ്സ് കോഡ് എന്തായിട്ട് മാറുകയാണ്? ബൈറ്റ് കോഡായിട്ട് മാറുകയാണ്. ജാവ സി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ജാവ കമ്പൈലർ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജാവ കമ്പൈലറാണ് ജാവ സി. Java has a virtual machine called JVM, which then converts the bytecode to the target code of the machine on which it is run. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ JVM? അതിൻ്റെ ആ കൺവേർഷൻ ആണ് പറയുന്നത്. ഈ JVM എന്ത് ചെയ്യും? ബൈറ്റ് കോഡിനെ എന്തായിട്ട് മാറ്റും?
അല്ല, സോഴ്സ് കോഡിനെ എന്തായിട്ട് മാറ്റും? ബൈറ്റ് കോഡായിട്ട് മാറ്റും. ഈ സോഴ്സ് കോഡ് ഈസ് ജനറേറ്റഡ് ബൈ ദ കമ്പൈലർ. ഓക്കെ. JVM performs like an interpreter. It does not do it alone, though it has its own compiler to convert the bytecode to machine code. This compiler is called just-in-time or JIT compiler. So അത് very important ആണ്. just-in-time compiler or JIT കമ്പൈലർ എന്താണെന്ന് നോക്കാം. JVM ഒരു ഇന്റർപ്രറ്റർ പോലെ പെർഫോം ചെയ്യും. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഡു ഇറ്റ് അലോൺ. ഇന്റർപ്രറ്റർ ആയതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കമ്പൈലർ ടു കൺവേർട്ട് ദ ബൈറ്റ് കോഡ് ടു മെഷീൻ കോഡ്. ബൈറ്റ് കോഡിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ JVM എന്തുണ്ട്? ഓൺ ആയിട്ടൊരു കമ്പൈലർ കൂടിയുണ്ട്. ആ കമ്പൈലർ, അതായത് JVM മാത്രമായിട്ടുള്ള കമ്പൈലർ ആണെന്ത്? ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ ഓർ JIT കമ്പൈലർ, JIT കമ്പൈലർ. ഓക്കെ.